10/1/2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് തമിഴ്നാട് ഗവർണർ വാക്സ് ഔട്ട് ഓഫ് ഹൗസ് ആസ് CM ഒബ്ജക്ട്സ് ടു ഡീവിയേഷൻ ഫ്രം സ്പീച്ച്. Stalin moves resolution to retain on record only the approved version of the address of the governor who had left out portions of the text including the Dravidian model of governance. അപ്പോൾ ഇതിലത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വാക്കൗട്ടാണ് തമിഴ്നാട് ഗവർണർ നടത്തിയത്. എന്താ കാരണം? ഈ ഒരു പോർഷൻ ഓഫ് ടെക്സ്റ്റ്, അതായത് ഗവർണറുടെ സ്പീച്ചിൽ ചില പോർഷൻസ് ഒഴിവാക്കി, ചില പാരഗ്രാഫ് സ്കിപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നത്തിലാണ് ഈ വാക്കൗട്ട് നടത്തി. എന്ത് പാരഗ്രാഫാണ് ഒമിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ട്രബിൾ ബിഗാൻ ആഫ്റ്റർ മിസ്റ്റർ രവി സ്കിപ്ഡ് എ പാരഗ്രാഫ് കണ്ടെയ്നിങ് റെഫറൻസസ് ഓഫ് നാഷണൽ ആൻഡ് റീജിയണൽ സ്റ്റാൾവാർട്സ് ആൻഡ് ദ ടേം ദ്രാവിഡിയൻ മോഡൽ ഓഫ് ഗവർണൻസ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ തമിഴ്നാടൊക്കെ കുറേയും കൂടെ സബ് റീജിയണലിസം കാണിക്കുന്ന സ്റ്റേറ്റുകളാണ്. നമുക്ക് ആദ്യം പറയാനുള്ളത്, എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പം മെജോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ്, അതായത് BJP അല്ലാത്ത ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഉണ്ടാകുന്ന ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെൻറ് കോൺഫ്ലിക്റ്റാണ്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള വാക്പോരുകളും വാക്കൗട്ടുകളൊക്കെയാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ദ്രാവിഡിയൻ മോഡൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വേറെ ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചർ ഉണ്ടെന്ന് നമ്മളെപ്പോഴും വിചാരിക്കുന്നവരാണ്. ഓരോ സ്റ്റേറ്റുകളും ആ രീതിയിൽ, തമിഴ്നാട് അതുപോലെ തന്നെ സൗത്തൊക്കെ ആ രീതിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഗവർണൻസും കൾച്ചറൊക്കെ ഉള്ള ഒരു ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അതിനോട് കൂടുതൽ ഊന്നൽ നൽകിയിട്ടാണ് ഇപ്പം നമ്മുടെ സൗത്ത് സ്റ്റേറ്റ്സൊക്കെ ഗവേണൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നെഗ്ലക്റ്റ് ചെയ്തു എന്നാണ് ഈ പറയുന്ന ഈ മൂവ്മെൻ്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കാര്യം മാത്രം സ്കിപ്പ് ചെയ്തുകൊണ്ടാണ്, ഈ ദ്രാവിഡിയൻ മോഡൽ ഓഫ് ഗവർണൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഗവർണർ സംസാരിച്ചത്. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള ഈ ഡീവിയേഷൻ പാടില്ല. അതായത് തന്നിരിക്കുന്ന ആ സ്പീച്ചിലെ മാറ്റർ അതുപോലെ തന്നെ പറയണം, അല്ലാതെ ഇതിലെ പാരഗ്രാഫ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് ഗവർണർ വാക്കൗട്ട് നടത്തിയത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഒരു സ്മൂത്ത് ഗവർണൻസിന് ഒരു ഹാർമണി എപ്പോഴും ആവശ്യമാണ്. അതായത് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ എല്ലാതരം മെഷീനറീസും സ്മൂത്തായി റൺ ചെയ്യാൻ, ഗവർണൻസ് നന്നായി മുമ്പോട്ട് പോകാൻ എന്ത് വേണം? എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് മെഷീനറീസ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സൊക്കെ എന്താണ്, ഒരു ഹാർമണിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു എക്സിസ്റ്റൻസ്, മ്യൂച്വൽ ആയിട്ടുള്ള കോപ്പറേഷൻ ആവശ്യമാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വെക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ആസ് സച്ച് ഇതൊരു ന്യൂസ് വാല്യൂ ഉള്ള ഒരു കാര്യമല്ല, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അൺമാരീഡ് മദർ ത്രോസ് ഇൻഫാൻറ്റ് ഫ്രം 3rd floor ബുക്ക്ഡ് ഫോർ മർഡർ. ഒരു അൺമാരീഡ് ആയിട്ടില്ല, കല്യാണം കഴിക്കാത്ത അമ്മ കുട്ടിയെ വലിച്ചെറിഞ്ഞു 3ാമത്തെ ഫ്ലോറിൽ നിന്നാണ്. പക്ഷേ നമുക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്റ്റിൽ ഇപ്പോൾ സ്പെഷ്യൽ കേസസിൽ 24 വീക്ക് വരെ അബോർഷൻ അലൗഡ് ആണ്. സ്പെഷ്യൽ കേസസിലാണ് അപ് ടു 24 വീക്സ് അബോർഷൻ അലൗഡ് ആണ്. മാത്രമല്ല അത് അൺമാരീഡ് ആയിട്ടുള്ള മദേഴ്സിനും അലൗഡ്. അൺമാരീഡ് മദേഴ്സ് ഡിസിഷൻ എടുക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊരു ലീഗൽ പ്രൊവിഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ സോഷ്യൽ സ്റ്റിഗ്മയാണ് അതിലത്തെ ഒരു കാരണം എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സ്റ്റിഗ്മ കാരണം അൺമാരീഡ് ആയിട്ടുള്ള മദർ എന്ന് പറയുന്നത് കുട്ടിയെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല സോഷ്യലി ഭയങ്കരമായിട്ടുള്ള അവഗണന നേരിടേണ്ടി വരും. അപ്പോൾ സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ് ഒരു കാരണം. പക്ഷേ അങ്ങനെയുള്ളവർക്ക്, സ്പെഷ്യൽ കേസുകൾക്കൊക്കെ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ലീഗൽ പ്രൊവിഷൻസിൻ്റെ അവെയർനെസ് വളരെയധികം അത്യാവശ്യമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ മർഡർ പോലെയൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒഫൻസിന് ബുക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബോഡി ഓട്ടോണോമി സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്ട് ഓർമ്മിക്കണം. MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, 24 വീക്ക് വരെ 20 to 24 വീക്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആക്റ്റിൽ. സ്പെഷ്യൽ കേസസിൽ അബോർഷൻ, അതിൽ സിംഗിൾ അൺമാരീഡ് വുമൺ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ അൺമാരീഡ് മദർ എലിജിബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയമപരമായിട്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഓർത്ത് വെക്കണം. ഇതേ കാര്യം തന്നെ വീണ്ടും ഒരു ന്യൂസായി കൊടുത്തിട്ടുണ്ട്. രവി ഫസ്റ്റ് തമിഴ്നാട് ഗവർണർ ടു സ്കിപ്പ് പോർഷൻസ് ഓഫ് ടെക്സ്റ്റ് ഓഫ് സ്പീച്ച്. ആദ്യത്തെ ഗവർണറാണ് ഇങ്ങനെ ഒരു സ്പീച്ചിലെ ടെക്സ്റ്റ് സ്കിപ്പ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനെന്ന് പറയുന്നു. ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡിറ്റോറിയലിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം, ടൈം ടു കൗണ്ട് സെൻസസ് ഈസ് ടു വൈറ്റൽ ഫോർ ദി ഗവൺമെൻറ് ടു ഡിലേ ഇറ്റ് എനി ഫർദർ. ഇപ്പോൾ സെൻസസിൻ്റെ കാര്യത്തിൽ എല്ലാ 10 വർഷമാണെന്നറിയാം. അപ്പോൾ അതിൽ 2011 കഴിഞ്ഞു, നമ്മളിപ്പോൾ അതാണ് എല്ലാത്തിലും റിലേ ചെയ്യുന്ന സെൻസസ്. പക്ഷേ 2021 വരേണ്ട സെൻസസ് ഡിലേഡ് ആണ്. അതാണ് ഇന്നത്തെ
ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സെൻസസ് എന്നും അതുപോലെ ഏതൊക്കെ തരം വെൽഫെയർ സ്കീംസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റിഫോംസ് സെൻസസ് വഴി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിലേ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഡിലേഡ് ആവുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. The importance of decennial conducted census cannot be overstated as it tallies data on several features of the Indian population such as basic demography, literacy levels, caste status, educational spoken languages, religion, marital status, occupation and migration status among the others. The census is vital to administrative functions and planning of welfare schemes. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെൻസസിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെ ഏരിയാസിൽ, ഇപ്പോൾ കാസ്റ്റ്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, റിലീജിയൻ, വെൽഫെയർ സ്കീംസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് സെൻസസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് ഇത്രയുള്ള കാര്യങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവും വെൽഫെയറും അതുപോലത്തെ ബാക്കിയുള്ള സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ മറ്റു പലതിനും ബേസാണ് എന്ത് സെൻസസ്, സച്ച് ആസ് ബേസിക് ഡെമോഗ്രഫി, ലിറ്ററസി ലെവൽ, റിലീജിയൻ, മെറൈറ്റൽ സ്റ്റാറ്റസ്, ഒക്യുപ്പേഷൻ, മൈഗ്രേഷൻ, അതൊക്കെ ആ ഡാറ്റയൊക്കെ എവിടെ നിന്നാണ്? സെൻസസ് എന്നാണ്. അതുകൊണ്ട് തന്നെ അത് വൈകിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എന്ന് പറഞ്ഞ എക്സസൈസ് നടത്തുന്നത്. സെൻസസ് ഡാറ്റ ആർ ആൾസോ ക്രിട്ടിക്കൽ ആസ് ദേ ആർ യൂസ്ഡ് ടു ഫ്രെയിം അണ്ടർപിൻ അതർ സാമ്പിൾ സർവീസ് ദാറ്റ് ആൾസോ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഹോൾ പോപ്പുലേഷൻ. അപ്പോൾ എല്ലാ പോപ്പുലേഷൻ്റെ എല്ലാ രീതിയിലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെൻസസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ നാഷണൽ സെൻസസ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ഇൻ്റർനാഷണൽ agencies to project the world's population as well. India has conducted the census every 10 years since 1881. Only 2021, a pandemic affected year, was exception as the exercise was postponed. അപ്പോൾ നമ്മുടെ സെൻസസ് എപ്പോഴാണ് നടന്നിരുന്നത്? 1881 മുതൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെൻസസ് നടന്നിരുന്നത്. ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയ്? ലോർഡ് റിപ്പൺ ആയിരുന്നു വൈസ്രോയ്, അല്ലേ? ഇപ്പോൾ 2021 എന്താണ് സെൻസസ് വൈകി എന്ന് പറഞ്ഞത്? അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറഞ്ഞാൽ എന്താണ്? പാൻഡമിക്കാണ്, COVID-19 ആണ്, പാൻഡമിക്കാണ് എന്ന് പറയുന്നു. The fact that lockdowns and physical distancing norms are now thing of past and infection levels in the country have remained relatively low ever since the last Omicron variant have happened in early 2022 suggests that this is no longer valid excuse. ഇതിപ്പോൾ ഇനി വാലിഡ് ആയിട്ടുള്ള എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഡിസ്റ്റൻസിങ് നോംസൊക്കെ പോയില്ലേ? അപ്പോൾ നോർമൽ കാര്യങ്ങളൊക്കെ വന്നു, ആൾക്കാർ അവരുടെ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ചൈനയിലൊക്കെ രണ്ടാമത്തെ വേരിയൻ്റൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോഴും ഇപ്പോൾ XBB 1.2 എന്നൊക്കെ പറഞ്ഞ വേരിയൻസ് ഒക്കെ വന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ട്രാൻസ്മിസിബിലിറ്റി ഒക്കെ കൂടുതലാണ് എന്ന് പറയുന്നു. പക്ഷേ എഫക്റ്റ് ചെയ്യുന്ന രീതി കുറവാണ്. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിൽ പോലുള്ള ഒരു രാജ്യത്തൊന്നും ഇനി ഒരു ലോക്ക്ഡൗൺ സിനാരിയോ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെ ഇനി സെൻസസ് നടത്തുന്നതിൽ അതാണ് കാരണം, ഡിലേ ആവാൻ അതാണ് കാരണം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള എക്സ്ക്യൂസ് ആവില്ല എന്ന് പറയുന്നു. It is imperative that decadal changes in India's demography related to urbanization and migration of peoples across states are captured adequately. ഇത് കൃത്യമായിട്ട് മൈഗ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്താൽ മാത്രമേ മറ്റു പലതിനും ഇതിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസീസൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു പോപ്പുലേഷൻ കൗണ്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെൽഫെയർ സ്കീംസ് സച്ച് ആസ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അണ്ടർ ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഡിപ്പെൻഡ് ഓൺ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ്സ് ആൻഡ് ദ ഗവൺമെൻറ് കണ്ടിന്യൂസ് ടു റിലേ ഓൺ സെൻസസ് 2011 വിച്ച് ഇസ് നൗ ക്ലിയർലി ഔട്ട്ഡേറ്റഡ്. പിന്നെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള 2011 സെൻസസാണ്. കാരണം ഓൾമോസ്റ്റ് 11 വർഷം കഴിഞ്ഞു കംപ്ലീറ്റ്ലി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പോവർട്ടി ലെവൽസ് അല്ലെങ്കിൽ PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇപ്പം റേഷനിങ്, അതുപോലെ ഈ അന്ത്യോദയ അന്ന യോജന, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ പറയുന്ന വെൽഫെയർ സ്കീംസിലെല്ലാം ഉണ്ടല്ലോ നമ്മുടെ എബോ പോവർട്ടിയാണോ ബിലോ പോവർട്ടിയാണോ, എത്ര പേര് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻസ് ആവശ്യമാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് എന്താണ് ഡിലേഡായി പോവാണ് ഈ പറയുന്ന ഡിലേയിലൂടെ, ഈ പറയുന്ന സെൻസസ് ഡിലേഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് 2011 ഇപ്പോഴും നമ്മൾ ആ ഡാറ്റയാണ് റിലേ ചെയ്യുന്നത്. Interstate disparities in population growth rates could also impinge upon the debates on the prospective delimitation of electoral boundaries and appropriation of seats across states. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സെൻസസ് വൈകുന്നത് കാരണം ഉണ്ടാവും. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്കീംസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിലീഡാണ്. അതുപോലെ എന്താണ് ഈ പറഞ്ഞ
ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള 2011 സെൻസസിനെ കൊണ്ട് ഇനി മീനിങ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് ഓഫ് ദ എക്കോണമി തീരുമാനിക്കുന്നത് ഈ പറയുന്ന 2021 സെൻസസാണ്. അതുകൊണ്ട് ഈ എക്സസൈസ് നിർബന്ധമായും വളരെ പെട്ടെന്ന് തന്നെ ഒരു അർജൻസിയോടുകൂടി ചെയ്തു തീർക്കണം എന്ന രീതിയിലാണ് എഡിറ്റോറിയൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഇൻ ഇന്ത്യ ആർ ഗ്യാസ്പിംഗ് ഫോർ ഫണ്ട്സ്. ഗ്യാസ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടേജ് കാരണം അവർ ശ്വാസം മുട്ടുന്ന സഫക്കേറ്റിംഗ് ആയിട്ടൊരവസ്ഥയാണ്. അതാണ് ഗ്യാസ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ എയർ കിട്ടാത്ത, അതായത് ശ്വാസം കിട്ടാത്ത ഒരു സിനാരിയോ ഇല്ലേ, നമ്മൾ കൂടുതൽ വലിക്കാൻ ശ്രമിക്കുന്നത്, അതാണ് ഗ്യാസ്പിംഗ് എന്ന് പറയുന്നൊരു സിനാരിയോ. മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഇൻ ഇന്ത്യ ആർ ഗ്യാസ്പിംഗ് ഫോർ ഫണ്ട്സ് എന്ന് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ലോക്കൽ ഗവർണൻസ് നമുക്കറിയാം, ഡീസെൻട്രലൈസ്ഡ് ഫോം ഓഫ് ഗവർണൻസ് നമുക്കറിയാം. ഡീസെൻട്രലൈസ്ഡ് എന്താ അതിൻ്റെ അർത്ഥം? ഗവർണൻസ് താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു രീതി. അതായത് ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗവർണൻസ് മുകളിലേക്ക് എന്താ പറയുക, ഇൻറ്റൻസിഫൈഡ് ആയി പോകുന്നത്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? അവർക്ക് ഫണ്ടും അതുപോലെ തന്നെ മറ്റ് എംപവർമെൻറ്റ് നൽകിയാൽ മാത്രമാണ് ഈ പറയുന്ന താഴെക്കടയിലുള്ള ഗവർണൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻസിനൊക്കെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർ എന്താ പറയുക, പല ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നില്ല എന്ന് പറയുന്നത്. കമ്പൈൻഡ് ബഡ്ജറ്റ് ഓഫ് ഓൾ ദ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഇൻ ഇന്ത്യ ഈസ് മച്ച് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ആസ് RBI അനാലിസിസ് ഓഫ് ഫിനാൻസസ് ഓഫ് അർബൻ ലോക്കൽ ബോഡി കൺക്ലൂഡ്സ്. ദ സ്റ്റഡി ടൈറ്റിൽ റിപ്പോർട്ട് ഓൺ മുനിസിപ്പൽ ഫിനാൻസസ് റിവീൽസ് ഹൗ മുനിസിപ്പൽ ബോഡീസ് ആർ ഇൻക്രീസിംഗ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ. അപ്പോൾ എന്താണ് മുനിസിപ്പാലിറ്റി, ഇപ്പോൾ ഈ പറയുന്ന RBIൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ട് ഓൺ മുനിസിപ്പൽ finances reveals how municipal bodies are increasingly dependent on fund transfer from state and center while their revenue earning capacity is limited. അല്ലേ, അവർക്ക് സ്വന്തമായി റവന്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് റവന്യൂ, അതായത് അവർക്ക് ഇൻകം ഇല്ലാത്തത്, ഫണ്ട് ഇല്ലാത്തത്. അപ്പോൾ അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? സ്റ്റേറ്റിൽ നിന്നും സെൻറ്ററിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഫണ്ടിന് മാത്രമായിട്ട് ആണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലിമിറ്റഡ് ഫണ്ട്സ് aside, about 70% of it gets spent on salaries, pensions and administrative expenses, with the rest left for capital expenditure. And above all, the municipal corporations do not borrow much, leaving them gasping for funds. അതായത് അവർക്ക് ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എല്ലാം 70% കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വളരെ കുറച്ച് മാത്രമാണ് അവരുടെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. കാരണം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് സ്പെൻഡ് ചെയ്യാനുള്ളത്. ടാക്സസ് ഏൺഡ് ബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ ഇന്ത്യ ആർ ഗ്രോസ്ലി ഇന്നാഡിക്വേറ്റ് ടു മീറ്റ് ദർ എക്സ്പെൻഡിച്ചർ നീഡ്സ്. മീറ്റ് ചെയ്യാൻ ടാക്സസ് പറ്റില്ല. ഇപ്പം ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ ടാക്സസും ലൈസൻസസും ഫീസൊക്കെയാണ് അവരുടെ എന്താ പറയുക വരുമാനമായിട്ടുള്ളത്. ബാക്കി ഹ്യൂജ്ലി ഡിപ്പെൻഡൻ്റ് എന്തിനാണ്? ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അല്ലേ, അതാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് വേണം. അതുകൊണ്ട് തന്നെ 70% അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പെൻഷൻ അതുപോലെ തന്നെ സാലറീസ് ഒക്കെ ആയിട്ട് എക്സ്പെൻസസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മറ്റെന്താ ഉള്ളത്? മറ്റ് 30% മാത്രമാണ് ഈ പറഞ്ഞ ചെറിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിക്കും ഉള്ളത്. പക്ഷേ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വളരെ നല്ല ഗവർണൻസ് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഫണ്ട്സ് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ RBIൻ്റെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആർ ഗ്യാസ്പിംഗ് ഫോർ ഫണ്ട്സ് എന്നാണ്. സഫക്കേറ്റഡ് ആണ് ഫണ്ട്സ് ഇല്ലാത്തത് കാരണം. വേറൊരു ആർട്ടിക്കിളും എഡിറ്റോറിയൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദ ഡിലേ ഇൻ ഡെസിനിയൽ സെൻസസ് എന്നാണ് പറയുന്നത്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സെൻസസ് ഇൻഫർമേഷനാണ് എന്ന് പറയുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളും അതുപോലെ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു UN സ്റ്റാറ്റിസ്റ്റിക്സ്, മൾട്ടിപ്പിൾ കൺട്രീസ് ഹവ് ഡിലേഡ് ദർ സെൻസസ് എക്സൈസ് ഡ്യൂ ടു പാൻഡമിക്, ബട്ട് മെനി ഓഫ് ദം ലൈക്ക് US, UK, ചൈന, ബംഗ്ലാദേശ് ഹാവ് കംപ്ലീറ്റഡ് ദ കൗണ്ട് ബൈ നൗ. ഇപ്പോൾ അതൊക്കെ തീർത്തു അവർ. ശരിയാണ്, പാൻഡമിക്കൊക്കെ വന്നിട്ട് ആയെങ്കിലും ഇപ്പോൾ ചൈന പോലും തീർത്തു എന്ന് പറയുന്നത്. ചൈനയിലാണ് ഇപ്പോൾ എപ്പോഴും പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മൾ ആ എക്സ്ക്യൂസ് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഔട്ട്ഡേറ്റഡ് സെൻസസ് ഇൻഫർമേഷൻ അവൈലബിൾ ഫ്രം ദ ലാസ്റ്റ് സെൻസസ് 2011 often becomes unreliable and affects those who do not receive the benefits, do not receive the benefits of welfare schemes. അപ്പോൾ ഇതിലിനി എത്രമാത്രം ഇൻക്ലൂഡഡ് ആണ് എക്സ്ക്ലൂഡഡ് ആണെന്ന് എനിക്ക് തീരുമാനിക്കേണ്ട സമയമായി. കാരണം 2011 കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലവുമായി. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റേറ്റസ് പല ആൾക്കാരുടെയും ചേഞ്ച് ചെയ്തിട്ടും ഉണ്ടാവും. ചേഞ്ച്ഡ് സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടാവും. അപ്പം ഫിനാൻഷ്യൽ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് പല ആൾക്കാരും പല കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുകയും എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സെൻസസ് ഇനി ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നു. സ്പോർട്സ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് റിയൽ കൗണ്ട് ഡൗൺ ഫോർ വേൾഡ് കപ്പ് ബിഗിൻസ് ആസ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക സ്വിച്ച് ടു ODIs. അപ്പോൾ ODI ഫോർമാറ്റിലേക്ക് ഇന്ത്യ ശ്രീലങ്ക T20 സീരീസിന് ശേഷം സ്വിച്ച് ചെയ്യാണ്. ഇന്ത്യയാണ് ശ്രീലങ്കയെ T20 സീരീസിൽ തോൽപ്പിച്ചത്. ഇനിയിപ്പോൾ ODI സീരീസ് തുടങ്ങുകയാണ്.
2-1 എന്ന കൗണ്ടിലാണ് 3 മാച്ച് സീരീസിൽ ഈ T20 ഇന്ത്യ ശ്രീലങ്ക കോമ്പറ്റീഷൻ അവസാനിച്ച് 2-1 ഇന്ത്യയാണ് സീരീസ് ലീഡ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദി വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.